നമുക്കറിയാം 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു രൂപീകരണവും അതിൻ്റെ മുന്നോട്ട് പോക്കും എന്നത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെയല്ല. ഇപ്പോൾ BJP, കോൺഗ്രസ്, CPIM, CPI എന്നതൊക്കെ കൃത്യമായ ഒരു രാഷ്ട്രീയ സംഘടനയായി നിലനിൽക്കുകയും ആ രാഷ്ട്രീയ സംഘടന എന്ന നിലയിലേക്ക് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ ഒരു സംഘടിതമായ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ അതൊരു 24 മണിക്കൂർ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ 24 അവർ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ 2020 അങ്ങനെയല്ല. 2020 എന്നത് ഒരു വ്യവസായിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സംഘടനയാണ് എന്നത് മാത്രവുമല്ല, അതിലിപ്പോൾ ഫുൾ ടൈം പൊളിറ്റീഷ്യന്മാർ ഉണ്ട് എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ 2020 നേരിടുന്ന പ്രതിസന്ധി എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകേണ്ടതുണ്ട്. അതാണ് ഡാനി സൂചിപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് കൊച്ചി കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നത്. അവിടെ എടുത്തു പറയേണ്ടത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് കൃത്യമായ ഒരു സംഘടനാ സംവിധാനം ഇല്ല എന്നതാണ്. ഇവിടെ കോർഡിനേറ്റർ എന്ന നിലയിൽ, ചീഫ് കോർഡിനേറ്റർ എന്ന നിലയിലൊക്കെ സാബു ജേക്കബ് പ്രവർത്തിക്കുമ്പോൾ പോലും നമുക്കറിയാമല്ലോ, സാധാരണ രാഷ്ട്രീയ സംഘടനകളുടെ ഒരു പൊതു സ്വഭാവം, അവർക്ക് സംസ്ഥാന അധ്യക്ഷന്മാരുണ്ടാകും, ജില്ലാ ഘടകങ്ങളുണ്ടാകും. ആ ജില്ലാ ഘടകങ്ങൾക്ക് കീഴിൽ മണ്ഡലമോ ലോക്കൽ കമ്മിറ്റികളോ അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ ഉണ്ടാകും. അങ്ങനെയുള്ള കൃത്യമായ ഒരു സംഘടനാ സംവിധാനം യഥാർത്ഥത്തിൽ 2020 ഇല്ല. 2020 അപ്രമാദിത്വം പുലർത്തുന്ന കിഴക്കമ്പലം പോലെയുള്ള പ്രദേശങ്ങളിൽ പോലും അങ്ങനെയുള്ള കൃത്യമായ ഒരു സംഘടനാ സംവിധാനം ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള കമ്മിറ്റികളും ഇല്ല എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ മറ്റ് കമ്മിറ്റികൾ, അതായത് ഘടകങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അവരുടെ ഘടക സംഘടനകൾ ഉണ്ട്. അത് ചിലപ്പോൾ വനിതാ സംഘടനകളാകാം, ചിലപ്പോൾ യുവാക്കളുടെ സംഘടനകളാകാം. നമുക്കറിയാം, ഇപ്പോൾ SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ട്. അവർക്ക് CPM-മായി ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, ഞങ്ങൾ സ്വതന്ത്രരാണ് എന്നൊക്കെ SFI പറയുമ്പോഴും CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൃത്യമായ വിദ്യാർത്ഥി സംഘടനയാണ് SFI. AISF എന്ന സംഘടന CPI-യുടേതാണ്, KSU എന്നത് കോൺഗ്രസിൻ്റേതാണ്, ABVP BJP-യുടേതാണ്. അതുപോലെയുള്ള സംഘടനകൾ 2020-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാർത്ഥി സംഘടനകൾ ഇല്ല, യുവജന സംഘടനകളില്ല, വനിതാ വിങ്ങുകളില്ല. ഇതൊക്കെ പേരിനുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും സജീവമായി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘടനാ സംവിധാനം അവർക്കില്ല. പലപ്പോഴും നമ്മൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ ഉയർത്തുന്ന ഒരു ആരോപണം എന്നത് പലരും രാഷ്ട്രീയത്തെ തൊഴിലാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഒരു ജോലിയും എടുക്കാതെ രാഷ്ട്രീയ നേതാവിൻ്റെ കുപ്പായം അണിഞ്ഞ് നടന്നാൽ വലിയ തോതിൽ സാമ്പത്തികമായ ശേഷിയൊക്കെ ഇവർക്കുണ്ടാകുന്നു. ഓരോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ കണക്ക് പോലും പരിശോധിച്ചാൽ ഓരോ 5 വർഷം കഴിയുമ്പോഴും പല സ്ഥാനാർത്ഥികളുടെയും ആസ്തി എന്നത് വലിയ തോതിലൊക്കെ ഇരട്ടിക്കുകയാണ്. ഇവരെന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ 2020-യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ചില പാർട്ടി പ്രവർത്തകരെ അവർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ശമ്പളമടക്കം നൽകിക്കൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയ സംഘടന എന്നതിനപ്പുറത്ത് ഒരു വ്യവസായ ഗ്രൂപ്പിന് കീഴിലുള്ള സംഘടന ആയതുകൊണ്ട് തന്നെ എപ്പോഴും നിരന്തരമായി രാഷ്ട്രീയ വിഷയങ്ങളിലോ സാമൂഹിക വിഷയങ്ങളിലോ ഒന്നും അവർക്ക് ഇടപെടാനും സാധിക്കുന്നില്ല. മറിച്ച് അവിടുത്തെ ആളുകളുടെ, അതായത് കിഴക്കമ്പലം പോലെയുള്ള മേഖലകളിലെ ആളുകൾക്ക് കുറേയധികം ആനുകൂല്യങ്ങൾ, നേട്ടങ്ങൾ ഒക്കെ നൽകിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഭരണം പൂർത്തിയാകുമ്പോൾ മിച്ച ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ഭരണസമിതി ഇറങ്ങുമ്പോൾ പഞ്ചായത്തിൽ വലിയൊരു തുക നിക്ഷേപമായ പഞ്ചായത്തിന് മറ്റ് പഞ്ചായത്തുകളിലൊക്കെ കടം ആണ് വാങ്ങുന്നതെങ്കിൽ ഈ പഞ്ചായത്തുകളിൽ വലിയൊരു തുക നീക്കിയിരിപ്പാക്കി മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നതിനപ്പുറത്ത് ഇതിനെ ഒരു മാതൃക എന്ന നിലയിൽ മറ്റിടങ്ങളിലൊന്നും അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് പ്രതിസന്ധി. മറ്റൊരു പ്രതിസന്ധി എന്നത് അവരുടെ വോട്ട് വിഹിതം എന്നതാണ്. ഇതാണ് 2020-യുടെ ഭാവിയെ തന്നെ നിശ്ചയിക്കാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് NDA-യിലേക്ക് എന്ന് പറയുമ്പോൾ BJP അനുഭാവത്തിലേക്ക് പോയിരിക്കുന്നു 2020 എന്നുള്ളതാണ്. അവിടെ ഈ കിഴക്കമ്പലം പോലെയുള്ള പ്രദേശങ്ങളാകട്ടെ, അല്ലെങ്കിൽ 2020-ക്ക് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുള്ള പൂത്തൃക്ക, പുത്രൻകുരിശ് പോലെയുള്ള മേഖലകൾ ആകട്ടെ, മഴുവന്നൂർ പോലെയുള്ള ഇടങ്ങളാകട്ടെ, അവിടെയൊക്കെ ക്രൈസ്തവ മേഖലകൾ കൂടിയാണ് എന്നതാണ്. അപ്പോൾ 2020-യുടെ ഭാഗമായിട്ടുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് NDA-യിലേക്ക് കൈകൊടുക്കുമ്പോൾ എത്രത്തോളം 2020-യോട് ഒപ്പം ചേർന്ന് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകൾ കൂടി അധികമായുള്ള പ്രദേശങ്ങൾ ആണ് ഈ 2020 ഇപ്പോൾ നിലനിൽക്കുന്നത്. അവിടെയാണ് രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ആ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ മത്സരാർത്ഥികളെയും 2020-യുടെ സ്ഥാനാർത്ഥികളെയും ഒക്കെ വിജയിപ്പിക്കാൻ അവിടുത്തെ ആളുകൾ തയ്യാറായതെങ്കിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ചൊവ്വ കൃത്യമായി 2020-ക്ക് കൈവരുമ്പോൾ അതിനോട് കൈ കൊടുക്കുമോ ഈ പറയുന്ന മത സാമുദായിക സംഘടനകൾ എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം, അതായത് ഡാനി, ഒരു സംഘടന എന്ന നിലയിൽ ഇപ്പോൾ സാബു ജേക്കബിനപ്പുറത്തേക്കൊരു മുഖമൊന്നും ഉയർത്തി കാണിക്കാനില്ല.
പോഷക സംഘടനകളില്ല, കമ്മിറ്റികളില്ല. ഇനിയിപ്പോൾ ഈ NDAയുടെ ഭാഗമായി തന്നെ ചേർന്ന നമുക്കറിയാമല്ലോ, അവിടെ കിഴക്കമ്പലം ഉൾപ്പെടുന്ന പ്രദേശത്തൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറയും. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പല്ല, വിജയമല്ല ലക്ഷ്യം, മറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കലാണ് എന്നൊക്കെ. പക്ഷെ കൃത്യമായി അവിടെ നടന്ന തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇടതു വലതു മുന്നണികൾ കൈകോർത്തതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പലയിടങ്ങളിലും. അങ്ങനെ തന്നെ 2020 ഇല്ലാതാക്കുക എന്നത് അവരുടെ ലക്ഷ്യവുമായിരുന്നു. അപ്പോൾ 2020ക്ക് ഒട്ടേറെ പരിമിതികൾ ഇല്ലേ? ഈ സംഘടനയുടെ മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ ഭാവി എന്നതൊക്കെ അനിശ്ചിതത്വത്തിലാകുന്ന സാഹചര്യം കൂടിയല്ലേ ഉള്ളത്? ഒരു സംശയമില്ല അഭിലാഷ്, അനിശ്ചിതത്വത്തിൽ തന്നെയാണ് ഇപ്പോഴേ അത് ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം ഒരു കാര്യം പ്രവർത്തകർക്കിടയിൽ അവർ പൊതുവായി പറയുന്നൊരു കാര്യമുണ്ട്, പലരോടും നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത് ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനമായിരുന്നു. ആ സംഘടന പ്രവർത്തിക്കുന്നത് ഒരു ഏകാധിപത്യ ശൈലിയിൽ തന്നെയാണെന്ന് അവർ പറയുന്നു. ഒരു പിരമിഡ് സിസ്റ്റത്തിൽ ഒരാൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അദ്ദേഹം പറയുന്നത് അതാണ് 2020 എന്ന് പറയുന്നു. പിന്നീട് വലിയ ആദർശങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്ത് കാണിച്ചുകൊണ്ട് അവർ പറയുന്നു. പക്ഷേ അപ്പോഴും ഇടത് വലത് മുന്നണികൾ ഒരു മാറ്റവുമില്ലാതെ പറയുന്ന കാര്യമുണ്ട്, ഇതെല്ലാം നടക്കുന്നത് കിഴക്കമ്പലത്തും ചുറ്റുപാടും മാത്രമാണെന്ന് പറയുന്നുണ്ട്. അതാണ് ഇവർ ഈ അത് കാണിച്ചാണ് മറ്റുള്ളിടങ്ങളിലേക്ക് ഞങ്ങൾ അവിടെയും ഇതുപോലെ തന്നെ ആക്കും. ഇതെല്ലാം CSR ഫണ്ടും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ആ ഫണ്ടും എല്ലാം വളരെ കൃത്യമായി അവിടെ വിനിയോഗിക്കുന്നുണ്ട്. ഒരു സംശയമില്ല, കിഴക്കമ്പലത്തെല്ലാം ആ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് പിന്നീട് ചുമതലയിലുണ്ടായിരുന്ന ഇടങ്ങളിൽ നടന്നില്ല എന്നതാണ് വിമർശനമായിട്ട് പറയുന്നത്. അവിടെയാണ് ഇത് ഒരാളുടെ താല്പര്യവും അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങളും നിക്ഷിപ്തമാണ് എന്നതെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നത്. അത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. കാരണം അവർ NDAയിലേക്ക് മാറുമ്പോൾ അതൊരു BJP തന്നെയാണ്. അതിൽ BJPയിലേക്ക് അല്ല NDAയിലേക്ക് എങ്ങനെ വാദിച്ചാലും കാര്യങ്ങളെല്ലാവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു മുഖം നഷ്ടപ്പെട്ടൊരവസ്ഥ. ഇത്ര നാൾ പറഞ്ഞത് മുന്നണികൾക്കപ്പുറത്തെ വികസനത്തിൻ്റെ രാഷ്ട്രീയമാണെങ്കിൽ ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളുടെ ഭാഗമാക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്ത് പറയാൻ കഴിയുമെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രവർത്തകർക്കുണ്ടായിരിക്കുന്ന വലിയ വൈഷമ്യങ്ങൾ. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചൊരു കാര്യം വളരെ കൃത്യമാണ്. കാരണം ഇതിൽ സമുദായം അത് എങ്ങനെയാണ് പ്രതിഫലിക്കുക? കാരണം അവിടെ ക്രിസ്ത്യൻ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും എല്ലാം തന്നെ കൃത്യമായ വോട്ട് ഷെയർ ഉള്ളൊരിടങ്ങൾ തന്നെയാണ്. അവർക്ക് ഈ നീക്കം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നതാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലടക്കം ക്രൈസ്തവ സമൂഹത്തിന് നേരെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അതിലൊരക്ഷരം മറുത്തു പറയാൻ പോലും അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കാൻ പോലും കെൽപ്പില്ലാത്ത ഒരു സംഘടനയാണ് 2020 എന്ന ഇവിടെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസവും CPM അതാണ് പറയുകയും ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ഒരു വാർത്താക്കുറിപ്പ് പോലും ഇറക്കാൻ തങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളും എല്ലാവരും തന്നെയുണ്ട്. അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇത് പരിഹരിക്കപ്പെടേണ്ട, അതിൽ നിന്ന് അപലപിക്കാൻ പോലും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? മുസ്ലിം സമുദായം അതേപോലെ തന്നെ ചോദിക്കുന്നു. അവർക്കൊന്നും NDAയിലേക്കുള്ള പോക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നതെല്ലാം തന്നെ സംശയമാണ്. അത് അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് പലരും തന്നെ ഇപ്പോൾ അതിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് പറയുകയും ചെയ്യുന്നത്. ഏതായാലും കഴിഞ്ഞ തവണ കിഴക്കമ്പലത്ത് 3ാം സ്ഥാനത്ത് നേടിയ ആ ഒരു വോട്ട് ഷെയർ ഇത്തവണ ഉറപ്പിച്ചു നിർത്താൻ കഴിയുമോ എന്നതിൽ പോലും സംശയമുണ്ട്. കാരണം രാഷ്ട്രീയത്തിലേക്ക് മാറുമ്പോൾ നിലപാടുകൾ മാറുന്നു. അത് സ്വതന്ത്രമായി നിന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചു പോകാൻ ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്ന കാര്യങ്ങളെല്ലാം സംശയകരമാണ്. ഒരുപക്ഷെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോ അത് 2020 എന്നൊരു പ്രസ്ഥാനം അത് ഏത് രീതിയിൽ അവരെ അത് ബാധിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ഒരു റിസൾട്ട് തന്നെ ആയിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. അഭിലാഷ്, നിർണായകമാകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ 2020 NDAയുടെ ഭാഗമാകുന്നത്. 2020ക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയ തോതിൽ ക്ഷീണമുണ്ടായ പശ്ചാത്തലം കൂടിയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് 3ാം സ്ഥാനത്തെത്തിയ സുജിത്ത് 40,000-ലധികം വോട്ടുകൾ നേടുകയും വിജയിച്ച PV ശ്രീനിജനുമായി ഏതാണ്ട് 10,000 താഴെ മാത്രം വോട്ട് വ്യത്യാസത്തിലേക്ക് പോലും എത്തിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ NDAയുടെ ഭാഗമാകുമ്പോൾ 2020ക്ക് ആ കരുത്ത് അതുപോലെ നിലനിർത്താൻ സാധിക്കുമോ? മതസാമുദായിക സംഘടനകൾക്ക് വിയോജിപ്പുണ്ടാകുമോ? എത്രത്തോളം ചോർച്ച 2020 വോട്ടുകളിൽ സംഭവിക്കും എന്നതാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുക. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാൻ ഇപ്പോൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.